Dear students, in this video we will be discussing the third module of Electrodynamics paper 2. In the last class we have discussed about the wave equation in one dimension and the mathematical representation of a wave propagating in some direction. In this video we will be discussing the boundary conditions satisfied by the one-dimensional wave when it travels from one medium to the other medium. So let us start a one-dimensional wave which is propagating in a string, structured string. Assume that the string is infinitely long and it is tied to another string by a knot, okay, and the mass of the knot is negligible. Okay, there is a knot and from left side നമുക്കൊരു string ഉണ്ട്, അത് റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്, കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കെട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, നൗ അസ്യൂം ദാറ്റ് ദർ ഇസ് എ വേവ് ഇൻസിഡൻറ്റിങ് ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, വേവ് ഇസഡ് ഡയറക്ഷനിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ലെഫ്റ്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതിനോട് അടുത്തോട്ട് വരുന്നുണ്ട്. അതായത് ഇസഡ് ഈക്വൽ ടു 0 എന്നുള്ള പോയിൻ്റാണ് ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എ വേവ് ഈസ് കമ്മിങ്, ദർ ഇസ് ആൻ ഇൻകമ്മിങ് വേവ്. ഓക്കെ, സോ ഇൻകമ്മിങ് വേവ് വന്നിട്ട് ഈ ബൗണ്ടറിയിൽ വെച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത. ഒന്ന്, വേവ് റിഫ്ലക്റ്റ് ചെയ്ത് മീഡിയം വണ്ണിലോട്ട് തന്നെ വരുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദ വേവ് മീഡിയം വണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. സോ ദർ ഈസ് എ റിഫ്ലക്റ്റഡ് വേവ് ആസ് വെൽ ആസ് എ ട്രാൻസ്മിറ്റഡ് വേവ്. സോ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ ഒന്ന് ഇൻസിഡൻറ്റ് വേവ് വരുന്നതും ഇൻസിഡൻറ്റ് വേവ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഫിനോമിനാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ദർ ഈസ് എ റിഫ്ലക്റ്റഡ് വേവ് ആസ് വെൽ ആസ് എ ട്രാൻസ്മിറ്റഡ് വേവ്. പിന്നെ ഈ സ്ട്രിങ് 1-ൻ്റെയും സ്ട്രിങ് 2-ൻ്റെയും മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, അതായത് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയും മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്. ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2 ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷനെയും അതുപോലെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ്. അപ്പോൾ ഈ മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് വ്യത്യാസമുള്ളതുകൊണ്ട് സ്ട്രിങ് 1-ലൂടെയുള്ള പ്രൊപ്പഗേഷൻ്റെ വെലോസിറ്റിയും സ്ട്രിങ് 2-ലൂടെയുള്ള പ്രൊപ്പഗേഷൻ്റെ വെലോസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്ട്രിങ് 1-ലുള്ള പ്രൊപ്പഗേഷൻ വെലോസിറ്റി v1 ആയിട്ടും സ്ട്രിങ് 2-ലുള്ള പ്രൊപ്പഗേഷൻ വെലോസിറ്റി v2 ആയിട്ടും എടുക്കുക. ഓക്കെ, സോ യു ഹാവ് ആൻ ഇൻസിഡൻറ്റ് വേവ് കമ്മിങ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് വേവിനെ നമുക്ക് കോംപ്ലക്സ് നൊട്ടേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹൗ ഡു യു റൈറ്റ് ദ ഇൻസിഡൻറ്റ് വേവ്? അപ്പോൾ ഞാൻ എടുത്തു ഒരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ എഴുതുന്നതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ആ ക്ലാസ് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇൻകമിങ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FI എന്ന് കൊടുത്തു. I റെപ്രസെൻറ്റ്സ് എ ഇൻസിഡൻറ്റ് വേവ്. ഓക്കെ, ആൻഡ് ടിൽഡ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതൊരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷനാണ്. റിയൽ വേവ് ഫംഗ്ഷൻ എപ്പോഴും ഇതിൻ്റെ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ അതിപ്പം എഴുതുന്നില്ല. So instead of that we will be representing the incident wave with a complex wave function. Okay, അപ്പോൾ അതിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് പാർട്ട് AI tilde, ഇറ്റ്സ് എ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. ടിൽഡ വെച്ചിട്ട് എഴുതുന്നതെല്ലാം കോംപ്ലക്സ് വാല്യൂസ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ I ഇട്ടിരിക്കുന്നത് ഇൻസിഡൻറ്റ് വേവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് യു ഹാവ് എ ഫേസ് ഫാക്ടർ e⁻i k1 z minus omega t. ഇപ്പോൾ k1 എന്ന് എഴുതാൻ കാര്യം k1 is the wave number in the string 1. ഓക്കെ, k1 എന്ന് പറഞ്ഞാൽ വേവ് നമ്പറാണ്. ഇസഡ് ഡയറക്ഷനിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്ട്രിങ് 1-നും സ്ട്രിങ് 2-നും ഒരേ ആംഗുലർ ഫ്രീക്വൻസി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ ബോത്ത് ഓഫ് ദ സ്ട്രിങ് ആർ സെയിം. ഓക്കെ, എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് z<0, അതായത് z<0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയനാണ്, സ്ട്രിങ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇസഡിൻ്റെ ഇവിടേക്ക് നെഗറ്റീവ് വാല്യൂസും ഇവിടേക്ക് പോസിറ്റീവ് വാല്യൂസും. അപ്പം z ഈസ് ഓൾവേസ് <0 എന്ന് കൊടുത്തു ഈ റീജിയനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ യു ഹാവ് എ വേവ്. അപ്പോൾ ഈ വേവാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ദർ ആർ 2 പോസിബിലിറ്റി വിച്ച് ദ ഇൻസിഡൻറ്റ് വേവ് ഗിവ് റൈസ് ടു എ റിഫ്ലക്റ്റഡ് വേവ് ആസ് വെൽ ആസ് എ ട്രാൻസ്മിറ്റഡ് വേവ്. അപ്പോൾ അതിനെ നമ്മൾ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. സോ എ റിഫ്ലക്റ്റഡ് വേവ് ക്യാൻ ബി റിട്ടൺ ആസ്, അപ്പോൾ റിഫ്ലക്റ്റഡ് കാണിക്കാൻ വേണ്ടിയിട്ട് R എടുത്തു. അഗെയിൻ എ കോംപ്ലക്സ് ഫംഗ്ഷൻ f tilde z, t
equal to there is an amplitude a tilde r and there is a phase factor. Phase factor എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ റിഫ്ലക്റ്റഡ് വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് അല്ല, ഓക്കെ, നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേവ് പോസിറ്റീവ് ഡയറക്ഷനിലൊരു വേവിനെ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള വേവാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ കെ വാല്യൂ, വേവ് നമ്പറിൻ്റെ സൈന് മാറ്റിയാൽ മതി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ ഇത് ഇൻസിഡൻറ്റ് വേവാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ AR എന്ന് കൊടുത്തു. ഇവിടെയുള്ള ഫേസ് ഫാക്ടറിൽ കെയുടെ സൈൻ മാത്രം മാറ്റുക, ബാക്കിയെല്ലാം അതേപോലെ എഴുതാം. സോ ഇഫ് യു change the sign of k, you will get a wave which is traveling in the opposite direction, okay. അപ്പം k1 പകരം -k1 z കൊടുത്തു, -ωt, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ ദിസ് റീജിയൻ ഈസ് അഗെയിൻ z less than 0. കാര്യം റിഫ്ലക്റ്റഡ് വേവ് സ്ട്രിങ് 1 തന്നെയാണ് ഉള്ളത്, ഓക്കെ. നൗ യു ഹാവ് ടു റെപ്രസെൻറ്റ് ദ ട്രാൻസ്മിറ്റഡ് വേവ്. ട്രാൻസ്മിറ്റഡ് വേവിനെ എങ്ങനെ എഴുതാം? എഫ് ടിൽഡ ഇത് ട്രാൻസ്മിറ്റഡ് എന്ന് കാണിക്കാൻ വേണ്ടി ടി കൊടുത്തു, z, t ഈക്വൽ ടു അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഫാക്ടർ എഴുതുന്ന സമയത്ത് ഇത് സ്ട്രിങ് 2-ലാണ് അല്ലേ. ട്രാൻസ്മിഷൻ നടക്കുന്നത് എപ്പോഴും സെക്കൻഡ് മീഡിയത്തിലാണ്, അതായത് ഇവിടുന്ന് കടന്നുപോയി ഈ മീഡിയത്തിലൂടെ കടന്നു പോകും. ട്രാൻസ്മിറ്റഡ് വേവ് ഇപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി v2 ആണ്, വേവ് നമ്പർ k2 ആണ്, ഓക്കെ. വേവ് നമ്പർ വ്യത്യാസം ഉണ്ടായിരിക്കും. So you will write k2 z minus ωt and the region is represented by z greater than 0, okay. Now നമുക്കറിയാം വേവ് ലെങ്ത്തിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ. വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/k ആണ്, ഓക്കെ. അപ്പം λ1 സ്ട്രിങ് 1-ലുള്ള വേവ് ലെങ്ത്തും സ്ട്രിങ് 2-ലുള്ള വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 2π/k1/2π/k2 വരും. 2π രണ്ടും ക്യാൻസൽ ചെയ്ത് k2 മേലോട്ട് വരും. സോ λ1/λ2 ഈക്വൽ ടു k2/k1. ഇനി ഈ k2/k1നെ വെലോസിറ്റിയുടെ ടേംസിൽ നമുക്ക് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്, ആംഗുലർ ഫ്രീക്വൻസി രണ്ട് സ്ട്രിങ്ങിനും സെയിം ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ k × v ആണ്, ഓക്കെ. വേവ് നമ്പർ × വെലോസിറ്റി ആണ്, ഓക്കെ. അപ്പം സ്ട്രിങ് 1-ലുള്ള ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് k1v1, സ്ട്രിങ് 2-ൽ അതും സെയിം ആണ്, ഒമേഗ തന്നെയാണ്, ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു k2v2. ഇപ്പോൾ രണ്ടും ഒമേഗ ആയതുകൊണ്ട് നമുക്ക് എഴുതാം k1v1 ഈക്വൽ ടു k2v2 എന്ന് എഴുതാം. സോ k2/k1 എന്നുള്ളത് ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് v1/v2 എന്ന് എഴുതാം, ഓക്കെ. സോ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ക്വാണ്ടിറ്റിയാണ്, അപ്പം ഇത് മനസ്സിൽ വയ്ക്കാം, ഓക്കെ. സോ നമ്മൾ ഇൻസിഡൻ്റ് ചെയ്ത സൈനസോയിഡൽ വേവിൻ്റെ നെറ്റ് ഡിസ്റ്റർബൻസ് എടുത്ത് നോക്കാം. അപ്പം സ്ട്രിങ് 1-ലുള്ള ഡിസ്റ്റർബൻസ്, അതായത് z less than 0-ൽ എന്തൊക്കെയുണ്ട്? ദർ ഇസ് ആൻ ഇൻസിഡൻറ്റ് വേവ് പ്ലസ് ദർ ഇസ് എ റിഫ്ലക്റ്റഡ് വേവ്, അല്ലേ. സോ ai tilde e⁻⁻ik(z) minus ωt plus ar tilde e⁻−ik(z) minus ωt, okay. Now in the region string 2-ൽ എന്തൊക്കെയുണ്ട്? സ്ട്രിങ് 2-ൽ ട്രാൻസ്മിറ്റഡ് വേവ് മാത്രമേ ഉള്ളൂ, ഓക്കെ. സോ യു ഹാവ് a tilde e⁻k2z minus ωt. നൗ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ, അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഒരു സ്ട്രിങ്ങിൽ നിന്ന് അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്ന് രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ വേവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ്റെയും ട്രാൻസ്മിഷൻ്റെയും ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള ഒരു റിലേഷൻ എഴുതാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, ഓക്കെ. സോ at z equal to at origin, the displacement just slightly to the left must be equal to the displacement just slightly to the right. അതായത് ഈ ഒരു ബൗണ്ടറിയിൽ z equal to 0 എന്നുള്ള ഈ ഒരു ബൗണ്ടറിയിൽ ഒരു വേവ് വന്ന് വീഴുന്ന സമയത്ത് ഇതിൻ്റെ വളരെ ലെഫ്റ്റിലോട്ട്, അതായത് വളരെ അടുത്ത് കിടക്കുന്ന എന്നാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോർഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ അതാണ് 0- എന്നുള്ള പോയിന്റ്. 0- എന്ന് പറഞ്ഞാൽ ഈ 0 എന്നുള്ള പോയിന്റിനോട് അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പോയിന്റ്. അതുപോലെ 0+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0ക്ക് അടുത്ത് കിടക്കുന്ന ജസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന റൈറ്റ് സൈഡിലുള്ള പോയിന്റ്. ആ രണ്ട് പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം, ഓക്കെ. അപ്പോൾ സെയിം ആയിരിക്കണം എന്ന് പറയാൻ കാര്യം
അങ്ങനെ സെയിം അല്ല എങ്കിൽ ഇവിടെ ഒരു എഫക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യും, അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് വേവ് ആണെങ്കിൽ രണ്ട് സൈഡിലും ഉള്ള വളരെ അടുത്ത് കിടക്കുന്ന രണ്ട് സൈഡിലുള്ള പോയിൻറ്റ്സിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിരിക്കും. സോ അത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നത് F0 മൈനസ് T ഈക്വൽ ടു F0 പ്ലസ് T. F0 മൈനസ് എന്ന് പറഞ്ഞാൽ ഒറിജിനോട് അടുത്ത് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്, 0 പ്ലസ് എന്ന് പറഞ്ഞാൽ ഒറിജിനോട് അടുത്ത് കിടക്കുന്ന റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിലും ഫങ്ഷൻസ്, അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ഞാനിവിടെ റിയൽ ഫംഗ്ഷനാണ് എഴുതിയത്, എഫിന് ടിൽഡ ഇട്ടിട്ടില്ല. ഓക്കെ, റിയൽ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ റിയൽ ഫംഗ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ കോംപ്ലക്സ് ഫംഗ്ഷനും വാലിഡാണ്. അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റിയൽ ഫംഗ്ഷനിൽ നമുക്ക് എന്താ ഉള്ളത്, കൊസൈൻ ഫംഗ്ഷനാണുള്ളത്. പക്ഷേ ഇത് കോംപ്ലക്സ് ആക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്, ഒരു കോസ് ഫംഗ്ഷൻ ഉണ്ടാവും പ്ലസ് ഐ സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമുക്കുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ അതിൽ കോസ് ഉണ്ടാവും, സെക്കൻഡ് ഫംഗ്ഷനിൽ സൈനാണുള്ളത്. പക്ഷേ ഈ സൈനും കോസും തമ്മിൽ ഒരു ഫേസ് ഫാക്ടറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിയൽ വേവ് ഫംഗ്ഷൻ്റെ ഈ കണ്ടീഷൻ കോംപ്ലക്സ് വേവ് ഫംഗ്ഷനും വാലിഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ബൗണ്ടറിയിൽ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. അതായത് ബൗണ്ടറിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റും ബൗണ്ടറിക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഷുഡ് ബി ദ സെയിം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ df/dz, ∂f/∂z, 0 മൈനസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിന് അടുത്ത് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻ്റ് ആണ്. സിൻസ് ദ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ടിൽഡ ഡിഫേഴ്സ് ഫ്രം റിയൽ പാർട്ട്, അതായത് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ടിൽഡ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കമ്പോണൻ്റ് ആണ് അല്ലേ, ഡിഫേഴ്സ് ഫ്രം റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ കൊസൈൻ കമ്പോണൻ്റ് ആണ്. ഓൺലി ഇൻ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് കൊസൈൻ ബൈ സൈൻ. അപ്പോൾ അത് രണ്ടും കോസും സൈനും ആണ് ഉണ്ടാവുക അല്ലേ. ഇറ്റ് ഫോളോസ് ദാറ്റ് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഒബേസ് ദ സെയിം ബൗണ്ടറി കണ്ടീഷൻസ് അല്ലെങ്കിൽ സെയിം റൂൾസ്. അപ്പോൾ നമുക്ക് എഴുതാം ഇതേ റിയൽ ഫംഗ്ഷൻ്റെ അതേ ബൗണ്ടറി കണ്ടീഷൻസ് കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, F tilde 0 minus T equal to F tilde 0 plus T. Okay, and the first derivative, this is complex derivative, dou by dou is dou F tilde by dou Z 0 minus is equal to dou F tilde by dou Z 0 plus. Okay, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും വാല്യൂസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഉണ്ടെന്ന് വയ്ക്കാം. ഇവിടെ വന്നു, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. വളരെ ഈ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വളരെ വ്യത്യാസമുണ്ട് ഈ വേവ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആയിരിക്കും, ഇവിടെയുള്ള ടെൻഷൻ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊരിക്കലും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂസ് സ്ലോപ്പ് ഇവിടെ ഉണ്ട്. അറ്റ് ദ പോയിന്റ് ഒറിജിനിൽ ഒരു ഡിസ്കണ്ടിന്യൂസ് സ്ലോപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് എ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സ്ട്രിങ് അറ്റ് ദി ഒറിജിൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ദർ ഇസ് എ ഫോഴ്സ് ഓൺ ദ നോട്ടിൽ ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നേരെ മറിച്ച് കണ്ടിന്യൂസ് സ്ലോപ്പ് ആണെങ്കിൽ, കണ്ടിന്യൂസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റും റൈറ്റ് സൈഡിലുള്ള പോയിൻറ്റും ഒരേപോലെയുള്ള ടെൻഷൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ നോട്ടിൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, സോ കണ്ടിന്യൂസ് സ്ലോപ്പ് ഇപ്പോൾ ഇവിടെയുള്ള സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ, ടെൻഷൻ്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻ്റാണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ടാൻജൻ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലുള്ള ടെൻഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നൗ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ നോട്ട്, അതായത് ബൗണ്ടറിയിൽ വെച്ചിരിക്കുന്ന രണ്ട് സ്ട്രിങ് കെട്ടിയിരിക്കുന്ന ആ നോട്ടിൽ എഫക്റ്റീവായിട്ട് ഫോഴ്സസ് ഇല്ല, അത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നൗ നമ്മുടെ ജോലി എന്ന് പറയുന്നത്, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ഇപ്പം തന്നിട്ടുണ്ട്, ഫങ്ഷനും അറിയാം. ഇനി ഈ ഫങ്ഷനിൽ ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പം ആദ്യമായിട്ട് എന്തെടുക്കാം, ഈ രണ്ട് ഫംഗ്ഷൻ എടുക്കുക. എന്നിട്ട് രണ്ട് ഫംഗ്ഷൻ അല്ല, ഈ ഫംഗ്ഷൻ എടുത്തിട്ട് ഇത് 0 മൈനസ് എന്നുള്ളത് എന്താണ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ്റെ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
z ലെസ് ദാൻ സീറോയിലുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. 0 പ്ലസ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ 5 on 4. അപ്പോൾ f tilde 0 മൈനസ് t എന്നെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡിന് പകരം 0 കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ ഇസഡിന് പകരം 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ഈ ടേം പോയി, ബാക്കിയുള്ളത് e−i⁻t. ഇവിടെയും ഇസഡിന് 0 കൊടുക്കുക, ബാക്കിയുള്ളത് e−i⁻t. സോ വിത്ത് ദിസ് ആംപ്ലിറ്റ്യൂഡ്സ്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ai tilde e−i⁻t plus ar tilde e−i⁻t. Okay, now we have right side എന്താണ് 0 പ്ലസ് എന്നാണ്. 0 പ്ലസ് എന്ന് പറഞ്ഞാൽ z ഗ്രേറ്റർ ദാൻ 0 റീജിയൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ റീജിയനിൽ സെഡിന് പകരം 0 കൊടുക്കണം. അപ്പോൾ ഈ ടേം പോയി, ബാക്കിയുള്ളത് at tilde e−i⁻t. സോ യു ഗെറ്റ് at tilde e−i⁻t. ഈ പറഞ്ഞിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ്. ഓക്കെ, സോ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും എന്തുണ്ട്, e⁻t ഉണ്ട്. അപ്പം ഈ ടേമിൽ നിന്ന് e⁻t കോമൺ ആയിട്ട് എടുക്കുക, അത് ഇതുമായിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ai tilde പ്ലസ് ar tilde ഈക്വൽ ടു at tilde. ഓക്കെ, സോ നമുക്കൊരു കണ്ടീഷൻ ഇത് വെച്ചിട്ട്, ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിനൊരു കണ്ടീഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് ഈ ഫംഗ്ഷന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഓക്കെ, സോ എഫ് ടിൽഡ ഡോ എഫ് ടിൽഡ ബൈ ഡോ ഇസഡ് അറ്റ് 0 മൈനസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫങ്ഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലുള്ള ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അപ്പം ഇത് കോൺസ്റ്റൻ്റ് ആണ്, അതോടെ വെക്കും. എക്സ്പോണൻഷ്യൽ e⁻t ഡിഫറൻഷ്യേറ്റ് എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ അതുപോലെ വരും, ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് എസഡ് ഉള്ളത്. സോ ik1 ഇൻറ്റു ik1 വരും. ഓക്കെ, അതുപോലെ ഇവിടെ ഇത് മൊത്തത്തിൽ വരും ar tilde ഈ ഒരു ഫാക്ടർ വരും, ഇൻറ്റു -ik1 എന്ന് വരും. So you get a നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് ഡോ എഫ് ടിൽഡ ബൈ ഡോ ഇസഡ് അറ്റ് 0 പ്ലസ് ചെയ്യുന്ന സമയത്ത് z ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റീജിയനിലുള്ള ഫംഗ്ഷൻ എടുക്കുക. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, അതായത് ഈ ഒരു ഫംഗ്ഷൻ at tilde e⁻ik2 z -ωt എന്നെടുക്കുക. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഇൻറ്റു ഈ ഇത്രയും ഫാക്ടർ ഇൻറ്റു ik2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ z = 0 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ അത് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ at tilde e⁻ik2 z -ωt ഇൻറ്റു ik2 എന്ന് വരും. എന്നിട്ട് അറ്റ് z = 0 പ്ലസ്. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ z-ന് 0 കൊടുക്കുക. അപ്പോൾ ഈ ടേം പോയി, ബാക്കി വി ഹാവ് at tilde e⁻t ik2 എന്ന് വരും. ഓക്കെ, ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുക. e⁻t രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് ഐയും എല്ലാ സ്ഥലത്തും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് k1 ai - ar tilde equal to k2 at tilde. Okay, so you have two equations. So one is equation 9 and another is equation 6. ഇത് രണ്ടും വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ 6 ഞാൻ ഒന്നുകൂടി എടുത്തെഴുതി, ai tilde plus ar tilde equal to at tilde. അപ്പം ഇതിന്ന് നമുക്ക് എഴുതാം ai tilde minus ar tilde equal to k2 by k1 at tilde. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി ഇവിടെ നമുക്ക് 2i ai tilde ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ at tilde plus k2 by k1 at tilde ആണ്. സോ യു ക്യാൻ സിംപ്ലിഫൈ ദിസ്. അല്ല, at tilde കോമൺ ആയിട്ട് എടുക്കുക, 1 plus k2 by k1 വരും. നൗ ai tilde എന്ന് പറയുന്നത് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1/2 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് k into 1 plus k2
that is k1 plus k2 by all divided by k1 into at tilde. Okay, so at tilde എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് that is equal to 2k1 by k2, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2k1 മേലോട്ട് പോയി k1 പ്ലസ് k2 താഴോട്ട് പോകും ഇൻറ്റു എ ഐ. സോ എല്ലാതും എഴുതുന്നത് ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിലാണ്. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് എ ആർ ടിൽഡ. എ ആർ ടിൽഡ കാണണം. അതെങ്ങനെ കാണാം? അപ്പോൾ നമുക്ക് എ ടി ടിൽഡ കിട്ടി, അത് എടുത്തിട്ട് ഇക്വേഷൻ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാ ഇക്വേഷൻ 6? ഇക്വേഷൻ 6 ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ടി ടിൽഡയ്ക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് എ ഐ ടിൽഡ പ്ലസ് എ ആർ ടിൽഡ ഈക്വൽ ടു ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നൗ യു ഹാവ് ടു സിംപ്ലിഫൈ. സോ ഇവിടെ എ ആയി ഉണ്ട്, ഇവിടെയും എ ആയി ഉണ്ട്. ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, ഈ ടേമിനെ റൈറ്റ് സൈഡിൽ കൊണ്ടു. സോ മൈനസ് എ ആർ ടിൽഡ എന്ന് വരും. ഇവിടെ നമ്മൾ 1 മൈനസ് 2k1 ബൈ k1 പ്ലസ് k2 വരും. ഓക്കെ, ഇനി അത് സിംപ്ലിഫൈ ചെയ്യുക. എ ഐ ടിൽഡ k1 പ്ലസ് k2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു k1 പ്ലസ് k2, ദാറ്റ് ഈസ് k1 പ്ലസ് k2 മൈനസ് 2k1 ഹോൾ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിനോമിനേറ്റർ k1 പ്ലസ് k2. Okay, that is equal to minus AR tilde. Now ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ k1 ഉണ്ട്, മൈനസ് 2k1 ഉണ്ട്. സോ യു വിൽ ഗെറ്റ് മൈനസ് k1 k2 മൈനസ് k1 ബൈ k1 പ്ലസ് k2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് AR tilde. സോ AR tilde നിന്ന് നമുക്ക് മൈനസ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ k2 മൈനസ് k1 എന്നുള്ള k1 മൈനസ് k2 എന്നാവും. ഓക്കെ, സോ AR tilde ഈക്വൽ ടു k1 മൈനസ് k2 ബൈ k1 പ്ലസ് k2 AI tilde. സോ നമ്മൾ റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡിൻ്റെ ഉള്ള ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ഈ ഇക്വേഷൻസിനെ വെലോസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റാൻ പോവുക. അപ്പോൾ വെലോസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച ഒരു ഫോമുലയാണിത്. k1 ബൈ k2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് v2 by v1, where v2 is the velocity in the second string and v1 is the velocity in the first string. Okay. സോ എ ടി ടിൽഡയുടെ ഇക്വേഷൻ നമുക്കറിയായിരുന്നു. എന്താണ്? ഇതായിരുന്നു ഇക്വേഷൻ 2k1 ബൈ k1 പ്ലസ് k2 എന്ന്. സോ അവിടെ മേലെയും താഴെ ഞാൻ k1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും k1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. therefore I will get 2k1 divided by k1 plus k2 whole divided by k1. k1 ക്യാൻസൽ ചെയ്ത് പോയി 1 വരും. 2 divided by 1. അപ്പോൾ k1നെ k1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. k2നെ k1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ k2 ബൈ k1 വരും. ഓക്കെ, സോ ഇനി k2 ബൈ k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എഴുതാം നമുക്ക്. ഇതിപ്പോൾ k1 ബൈ k2 ആണ്. k2 ബൈ k1 ആണെങ്കിൽ v1 ബൈ v2 എന്ന് വരും. സോ v1 ബൈ v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇത് സിമ്പിൾ ആൾജിബ്രയാണ്, നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അഗൈൻ AR tilde റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഇതുപോലെ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ടേംസിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിവിടെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൾജിബ്രയാണ്, ഒന്നും ചെയ്യാനുള്ള. മേലും താഴെയും k1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് k1ൻ്റെയും k2ൻ്റെയും റേഷ്യോ ആയിട്ട് എഴുതാം. എന്നിട്ട് ആ റേഷ്യോ നമുക്കറിയാം ഇൻ ടേംസ് ഓഫ് v1 ആൻഡ് v2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് സിംപ്ലിഫൈ ചെയ്യാം. സോ യു ഗെറ്റ് റിഫ്ലക്ഷൻ ആംപ്ലിറ്റ്യൂഡ് ആസ് v2 മൈനസ് v1 ബൈ v2 പ്ലസ് v1 ഇൻറ്റു AI tilde. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്ന കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ്. ഇതിനെ റിയൽ ആംപ്ലിറ്റ്യൂഡ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിയൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് e⁻i ഡെൽറ്റ, ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ റിഫ്ലക്ഷൻ്റെ ഫേസ് കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ആർ ആയിട്ട് കൊടുക്കുക. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫേസ് കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ടി ആയിട്ട് കൊടുക്കുക. ഡിഫറെൻറ്റ് ഫേസ് കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഇൻസിഡൻറ്റ് വേവിൻ്റെ ഡെൽറ്റ ഐ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ AR tilde എന്ന് പറയുകയാണെങ്കിൽ AR ഇൻറ്റു e⁻i ഡെൽറ്റ ആർ ആണ്. ഓക്കെ, ഈ ഫാക്ടർ അതുപോലെ വന്നു. AI tilde എന്നുള്ളത് AI e⁻i ഡെൽറ്റ ആയി എന്ന് എഴുതും. ഓക്കെ, അതുപോലെ ട്രാൻസ്മിറ്റഡ് പാർട്ടിന് നമുക്ക് ഇതുപോലെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ AR എന്നുള്ളത് റിയൽ ആംപ്ലിറ്റ്യൂഡാണ്. AR, AI, AT എന്നുള്ളതൊക്കെ റിയൽ ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. നൗ രണ്ട് സ്പെഷ്യൽ കേസസ് ആണ് പറയാൻ പോകുന്നത്. ഇഫ് ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ലൈറ്റർ ദാൻ ദ ഫസ്റ്റ് സ്ട്രിങ്, അതായത് രണ്ടാമത്തെ സ്ട്രിങ് ആദ്യത്തെ സ്ട്രിങ്ങിനെക്കാട്ടിലും ലൈറ്ററാണ്, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് രണ്ടാമത്തെ സ്ട്രിങ്ങിന് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ്.
അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കട്ടിയുള്ള സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും അല്ല. മാസ് പെർ യൂണിറ്റ് ലെങ്ത് കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും. പക്ഷേ ലൈറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണെങ്കിൽ അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ μ2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ദാറ്റ് ഈസ് ലെസ് ദാൻ ദ ഫസ്റ്റ് സ്ട്രിങ്. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ് ഈസ് ലൈറ്റർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ V2 സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും ഫസ്റ്റ് സ്ട്രിങ്ങിലുള്ള വെലോസിറ്റിയെക്കാട്ടിലും. ഓക്കെ, നൗ ഇങ്ങനെയാണെങ്കിൽ ഓൾ 3 waves ഹാവ് ദ സെയിം ഫേസ് ആംഗിൾ. എല്ലാ വേവ്സിനും, അതായത് ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവ് ഉണ്ട്, അതുപോലെ ഇൻസിഡൻറ്റ് വേവ്, എല്ലാത്തിനും ഒരേ ഫേസ് ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ഡെൽറ്റ ആർ ഈക്വൽ ടു ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ഐ. ഇത് ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെല്ലാം ഈക്വൽ ടു ഡെൽറ്റ ആയിട്ട് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഒരു കോമൺ വാല്യൂ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്സിന് എന്ത് സംഭവിക്കും നോക്കാം. ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്, റിയൽ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, AR × e⁻i ഡെൽറ്റ എന്ന് കൊടുത്തു. കാര്യം ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇതിൻ്റെയൊക്കെ ഫേസ് കോൺസ്റ്റൻറ്റ് സെയിം ആണ്. അപ്പോൾ V2 മൈനസ് ഈ ഒരു ഫാക്ടർ ഇൻറ്റു AI e⁻i ഡെൽറ്റ. e⁻i ഡെൽറ്റ രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള നമുക്ക് AR V2 മൈനസ് V1 V2 പ്ലസ് V1. സോറി, ഇവിടെ ഒരു AI മിസ്സിംഗ് ആണ്, അത് എഴുതണം. ഓക്കെ, ഈ AI ഇവിടെ ഉണ്ട്. ഓക്കെ, നൗ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ടിക്ക് ഡെൽറ്റ കൊടുക്കാം. ഇവിടെയും ഡെൽറ്റ ഉണ്ട്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് AT ഈക്വൽ ടു ഈ ഫാക്ടർ ഇൻറ്റു AI. ഓക്കെ, 2V2 പ്ലസ് V1 ഇൻറ്റു AI. ഓക്കെ, നൗ ദ സെക്കൻഡ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇഫ് ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ഹെവിയർ. രണ്ടാമത്തെ സ്ട്രിങ് ഹെവിയർ ആണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ സ്ട്രിങ് ലൈറ്റാണ്. സോ ഓക്കെ, സോ ഹിയർ μ2 ഈസ് ഗ്രേറ്റർ ദാൻ μ1. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻ ദ സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഇൻ ദ ഫസ്റ്റ് സ്ട്രിങ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഒരു ലൈറ്റർ സ്ട്രിങ്ങിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് രണ്ടാമത്തത് ഹെവിയർ ആയിട്ട് സ്ട്രിങ് ആകുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്ത് വരാം, അതുപോലെ ചെറിയൊരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാം. ഓക്കെ, സോ റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റ് എൻ്റെ ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദി ഇൻസിഡൻറ്റ് വേവ് ആയിരിക്കും. ഇൻസിഡൻറ്റ് വേവിൻ്റെ നേരെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ ആയിരിക്കും റിഫ്ലക്റ്റഡ് വേവ്. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫേസ് കോൺസ്റ്റൻ്റ് ഇൻസിഡൻറ്റ് വേവിന് സെയിം ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ cos k1z മൈനസ് ω t പ്ലസ് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിഫ്ലക്റ്റഡ് വേവിൻ്റെ കൊസൈൻ ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ആറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ മൈനസ് പൈ എന്ന് എഴുതാം. ഓക്കെ, പൈ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് ഫേസ് ആണ് ഡെൽറ്റ ആറിൻ്റെ ഫേസ് കോൺസ്റ്റൻറ്റ് പ്ലസ് പൈ ആണ് ഡെൽറ്റ ഐ. ഓക്കെ, സോ ഡെൽറ്റ ആർ ഈസ് ഡെൽറ്റ ഐ മൈനസ് പൈ. ഓക്കെ, അതിവിടെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മൊത്തത്തിലൊരു തീറ്റ എടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക്, അതായത് ഇതുവരെയുള്ള ടേംസിനെ തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ മൈനസ് പൈ ആണ്. കോസ് തീറ്റ മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, മൈനസ് കോസ് തീറ്റ. അപ്പോൾ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയും ടേംസ് മൈനസ് k1z മൈനസ് ω t പ്ലസ് ഡെൽറ്റ ഐ. സോ ദിസ് ഈസ് സെയിം ആസ് ദ ഇൻസിഡൻറ്റ് വേവ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻസിഡൻറ്റ് വേവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇതാണ്, സെയിം ആസ് ഇൻസിഡൻറ്റ് വേവ് ബട്ട് ഹാവിങ് എ നെഗറ്റീവ് സൈൻ ഇൻ ദി k1. സോ ഇൻസിഡൻറ്റ് വേവിൽ എന്തൊക്കെയുള്ളത്? k1z മൈനസ് ω t പ്ലസ് ഡെൽറ്റ ഐ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് സൈനിൻ്റെ മീനിങ് എന്താണ്? k1 നെഗറ്റീവ് എന്നുള്ള മീനിങ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ഇങ്ങോട്ട് പോകുന്നു, റിഫ്ലക്റ്റഡ് വേവ് തിരിച്ചു വരുന്നു. സോ റിഫ്ലക്റ്റഡ് വേവ് ഈസ് അപ്സൈഡ് ഡൗൺ. അതായത് വേവ് ഇൻസിഡൻറ്റ് വേവ് ഇങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ് നേരെ തിരിച്ചായിരിക്കും. ഓക്കെ, അപ്സൈഡ് ഡൗൺ ആയിരിക്കും. സോ നൗ ഈ കേസിലുള്ള റിഫ്ലക്ഷൻ ആംപ്ലിറ്റ്യൂഡ്സ്, റിഫ്ലക്ഷനും ട്രാൻസ്മിഷൻ ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാം. സോ AR
എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഐ പ്ലസ് പൈ ആണ്. പിന്നെ ഈ ഫാക്ടർ ഇൻറ്റു ഇ റേസ് ടു ഐ ഡെൽറ്റ ഐ. ഓക്കെ, ഇതിന്ന് ഡെൽറ്റ ഇ റേസ് ടു ഐ ഡെൽറ്റ ഐ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് എ ആർ ഇൻറ്റു ഇ റേസ് ടു പൈ. ഇ റേസ് ടു ഐ പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ ഒരു ഫാക്ടർ ഇൻറ്റു എ ഐ വരും. ഓക്കെ, നൗ എ ആർ ക്യാൻ ബി റിട്ടേൺ ആസ് മൈനസ് അപ്പുറത്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഈ ടേമിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, v1 minus v2 by v1 plus v2 into ai. Okay, from equation 12, that means equation, okay, 12 ഈ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ എടുത്ത് 12 അല്ല, ഈ ഇക്വേഷൻ എടുത്തായിരുന്നു റിയൽ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ഇക്വേഷൻ. അവിടെ നമ്മൾ ഈ ഫേസസ് കൊടുക്കുക, അതായത് ഈ ഡെൽറ്റ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഫേസ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് വേവ്. സോ യു ഗെറ്റ് e raised to i delta I is equal to ഈ ഫാക്ടർ ഇൻറ്റു എ ഐ ഇൻറ്റു e raised to i delta I. e raised to i delta I ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് 2v2 by v1 plus v2 ai. Now ഇതിലൊരു സബ് കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇഫ് ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ഇൻഫിനിറ്റ്ലി മാസീവ്. ഇപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് വളരെ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മാസ് വളരെ ഇൻഫിനിറ്റ്ലി ഹൈ ആണെന്നുണ്ടെങ്കിൽ, ഇൻഫിനിറ്റ് മാസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √T/μ ആണ്. അവിടെ മ്യൂ വളരെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആണെങ്കിൽ വെലോസിറ്റി 0 ആവും. ഇപ്പോൾ സെക്കൻഡ് സ്ട്രിങ്ങിലുള്ള വെലോസിറ്റി 0 ആവും. അപ്പോൾ ഈ 0 ഇങ്ങനെ ഇത് 0 ആണെങ്കിൽ റിഫ്ലക്റ്റഡ് കമ്പോണൻറ്റിന് എന്താ സംഭവിക്കുക? ഇവിടെ v2 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി, ഇത് 0 ആയി. മേലുള്ളത് v1 താഴെയുള്ളത് v1 ക്യാൻസൽ ചെയ്ത് പോയി 1 വരും. AR equal to AI, അതായത് AR equal to AI എന്ന് വരും. ATക്ക് എന്താ സംഭവിക്കുക? v2 0 ആയതുകൊണ്ട് ഇത് 0 ആണ്. 0 ആകുമ്പോൾ മൊത്തം ഫാക്ടർ ഇൻറ്റു 0 എന്ന് വരും. അപ്പോൾ ട്രാൻസ്മിറ്റഡ് ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഒരു ഇൻസിഡൻറ്റ് വേവ് വന്നു, ആ വേവ് കംപ്ലീറ്റ് ആയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു, ട്രാൻസ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് റിഫ്ലക്ഷൻ ആംപ്ലിറ്റ്യൂഡും ഇൻസിഡൻറ്റ് ആംപ്ലിറ്റ്യൂഡും സെയിം ആണ്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വേവ് വന്നു, ആ വേവ് അതുപോലെ തന്നെ ബൗണ്ടറിയിൽ തട്ടിയിട്ട് തിരിച്ചു പോരുന്നു. അപ്പം ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത് വെൻ ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് ഇൻഫിനിറ്റ്ലി മാസീവ്. രണ്ടാമത്തെ സ്ട്രിങ് ഇൻഫിനിറ്റ്ലി മാസീവ് ആവുന്ന സമയത്ത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക് ഡെറിവേഷനാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഡെറിവേഷനാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ആൾജിബ്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. സോ നമുക്കിവിടെ ഒരു ഫങ്ഷൻ ഉണ്ട്, ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും അതുപോലെ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് രണ്ട് റീജിയനായിട്ട് സ്ട്രിങ് 1-ലുള്ളതും സ്ട്രിങ് 2-ലുള്ള വേവ് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിൽ റിലേറ്റ് ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എന്താണെന്ന് എഴുതണം. അത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി കണ്ടീഷനാണ്. പിന്നീട് നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വേവ് ഫംഗ്ഷൻ്റെ ഇതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ, അതായത് ബൗണ്ടറിക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലും ബൗണ്ടറിക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിലുമുള്ള വാല്യൂസ് ഈക്വൽ ആയിരിക്കണം. കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ വാല്യൂസ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂസും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ 0+ എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത് ഇസഡിന് 0 വാല്യൂ കൊടുക്കുക, എന്നിട്ട് ടേംസ് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് കിട്ടും ഇൻ ടേംസ് ഓഫ് ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. എന്നിട്ട് അതിൻ്റെ റിയൽ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിനുശേഷം രണ്ട് സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, സെക്കൻഡ് സ്ട്രിങ് ലൈറ്റർ ആവുന്ന സമയത്ത് അതിൻ്റെ റിയൽ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ഇത് എഴുതാം. ആ സമയത്ത് ഫേസ് കോൺസ്റ്റൻ്റ് എല്ലാം ഈക്വലാണ്, അതായത് 3 വേവിൻ്റെയും ഫേസ് കോൺസ്റ്റൻ്റ് ഈക്വലാണ്. ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് എഴുതാൻ കഴിയും. പിന്നെയുള്ള രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്, സെക്കൻഡ് സ്ട്രിങ് ഹെവിയർ ആണെന്ന് എടുക്കുക. സെക്കൻഡ് സ്ട്രിങ് ഹെവിയർ ആവുന്ന സമയത്ത് റിഫ്ലക്റ്റഡ് വേവ് ഇൻസിഡൻറ്റ് വേവായിട്ട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ട്രാൻസ്മിറ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും ഒരേ ഫേസിലായിരിക്കും. ഇത് വെച്ചിട്ട് റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്സ് സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ,
അതിൽ തന്നെയുള്ള ഒരു സ്പെഷ്യൽ കേസാണ് ഇൻഫിനിറ്റ്ലി മാസീവായിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ കേസ്. ഓക്കെ, താങ്ക് യു.